ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, വീഡിയോ കണ്ടിഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. എന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പറയണമെന്ന് വിചാരിക്കും, മറന്നു. അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 4 ഓഫ് വാൺസ് ആണ്, 4 ഓഫ് സോഡ്സ് ആണ്. സ്പ്രെഡ് ചെയ്തിട്ട് വായിക്കുന്നതായിരിക്കും നല്ലത്. 4 ഓഫ് സോഡ്സ്, 3 of wand, 4 of pentacles, world, 10 of wands, then 9 of wands, page of cups, knight of pentacles, 5 of pentacles and high priestess. ബോട്ടം വന്നേക്കുന്നത് 8 of pentacles ആണ് കേട്ടോ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 4 ഓഫ് സോഡ്സ് ആണ്. 4 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു റെസ്റ്റിംഗ് എനർജിയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഈ റീഡിങ് കാണുന്ന ആളുകൾ കുറച്ച് കടുത്ത മാനസിക സമ്മർദ്ദമൊക്കെ മുൻപ് അനുഭവിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയ ഒരാൾ ഏകദേശം അതിനോട് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ വീണ്ടും വരുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ നമ്മളൊന്ന് ആർക്കും അല്ലേ. ഈ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കൽ തീരുമാനം എടുത്ത് തെറ്റിപ്പോയത് കൊണ്ടാണ് ഞാൻ വേദനിക്കേണ്ടി വന്നത്. അപ്പോൾ വീണ്ടും അതേപോലത്തെ ഒരു സാഹചര്യം വന്നാൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളൊരു സംശയം നമുക്ക് വരും. അപ്പോൾ അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ 4 ഓഫ് സോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളത്ര ഓക്കെ അല്ല, നമ്മൾ ഒരു ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ നമ്മൾ ഓക്കെ അല്ല, ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ ഓക്കെ അല്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാകുന്ന ഒരു ദിവസമാണ് ഈ 4 ഓഫ് സോഡ് വരുന്നത്. പ്രത്യേകിച്ചും നമുക്കൊരു മാനസികമായിട്ടൊരു തയ്യാറെടുപ്പില്ല, ശാരീരികമായിട്ട് നമുക്കത്ര പോരാ. കാരണം നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പെയിൻ ഉണ്ടാവുന്നുണ്ടാവും, നടുവേദനയോ പുറം വേദനയോ കാലുവേദനയോ ഒക്കെ ഉണ്ടാവുന്നുണ്ടാവാം. അങ്ങനെ കിടക്കുന്ന ആളുകളാവാം, അതല്ലെങ്കിൽ സർജറിയൊക്കെ ചെയ്തിട്ട് കിടക്കുന്ന ആളുകളാവും. അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഈ സർജറി കഴിഞ്ഞിട്ട് കിടക്കുന്ന ആളുകളിൽ ആരോ ഒരാൾ ഇന്ന് എഴുന്നേറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് കാർഡ് 3 ഓഫ് വോണ്ടാണ്. വളരെ ഹാപ്പിനെസ് തോന്നുന്നുണ്ട് അത് കാണുമ്പോൾ. സർജറി ചെയ്ത് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഏതോ ഒരാൾ പതുക്കെ എഴുന്നേറ്റ് നടക്കാനുള്ള പ്ലാനിങ്സ് ആൻഡ് പ്രിപ്പറേഷൻസ് നടത്തുവാണ്. അതായത് അവർക്ക് നടക്കാനുള്ള ബലം എൻ്റെ കാലിനുണ്ട്, എൻ്റെ ശരീരത്തിനെ താങ്ങി നിർത്താനുള്ള ശേഷി എൻ്റെ കാലിനുണ്ട് എന്ന ബോധ്യം അവർക്ക് വരികയും അവർ പതുക്കെ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഒക്കെ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് വളരെ ഹാപ്പിനെസ് തരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ കീപ്പ് ഓൺ ട്രൈയിങ്. നന്നായിട്ട് മനസ്സിന് ആത്മബലമാണ് ആദ്യം വേണ്ടത്, അതിനുശേഷം അത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നോളും. മനസ്സ് പ്രിപ്പയർഡായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശരീരം അതിനെ ഉൾക്കൊണ്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ആ സർജറി ചെയ്ത് കിടക്കുന്ന ആരായാലും അവർക്ക് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് നടക്കാനുള്ള സമയമായിരിക്കുന്നു. യൂണിവേഴ്സിൻ്റെ കോളുണ്ട് നിങ്ങൾക്ക്. ഇവിടെ 3 ഓഫ് വാണ്ടിൻ്റെ പശ്ചാത്തലം മഞ്ഞ നിറമാണ്. യൂണിവേഴ്സിൻ്റെ കോള് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും യൂണിവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടിനുണ്ട്. നിങ്ങൾക്ക് മാനസികമായിട്ടുള്ളൊരു ബലം മാത്രം മതി. പതുക്കെ നിങ്ങൾ ശ്രമിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സർജറി കഴിഞ്ഞ് കിടക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കെ ഉള്ളൊരു സമയം ആയി തുടങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് കിടക്കുന്നവർ ചാടി വേണ്ടിയിട്ട് ഓടരുത് കേട്ടോ. അങ്ങനല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഓക്കെ ആണ്, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അണ്ടർ കൺട്രോൾ ആണ് എന്നൊക്കെ തോന്നുന്ന ആളുകൾ മെല്ലെ ഒന്ന് ശ്രമിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ കുറേ പേർക്ക് ഇന്ന് നടക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ കുറച്ച് പേര് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം ഫിസിക്കലി വയ്യ, റെസ്റ്റ് എടുക്കുന്ന എനർജിയാണ്. നിങ്ങൾ റെസ്റ്റ് എടുക്കണം, മടി, എനിക്കിന്ന് വയ്യ കേട്ടോ, നിങ്ങളിന്ന് ബാക്കിയുള്ളവരെല്ലാം ചെയ്യണം, ഞാൻ ഇന്നിവിടെ കിടക്കാം, ഞാൻ ഇന്നിവിടെ റെസ്റ്റ് എടുക്കാം, നിങ്ങളെല്ലാം ചെയ്യണമെന്ന് പറയുന്ന വിധം നമ്മൾ ബോഡി എത്ര ഫിറ്റ് അല്ലാത്ത വിധം നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം നമുക്ക് കുറച്ചൊരു മാനസിക സംഘർഷം ഉണ്ടാകുന്നൊരു എനർജി ഉണ്ട്. ഈ പറഞ്ഞ പോലെ ബാക്ക് പെയിനോ കൈവേദന കാലുവേദനയൊക്കെയുള്ള ആളുകളെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. ദെൻ ചില ആളുകൾ മുന്നോട്ട് ഇങ്ങനെ
ഒരു തീരുമാനം എടുക്കാതെ കുറേ നാളുകളായിട്ട് ഇങ്ങനെ അനങ്ങാതെ നിന്ന ആളുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്, ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് നിങ്ങളാകെ വിഷമിച്ച് ജോലിയില്ലാത്തതിൻ്റെ വേദനയിലിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാൻ തുടങ്ങുന്നുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ജോബിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ ഇന്ന് തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്തുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻസ് നോക്കുക. നിങ്ങൾ കോൾ ഫോർ ചെയ്തിട്ടുള്ള സൈറ്റുകൾ, ഇപ്പോൾ ലിങ്ക്ഡിൻ പോലുള്ള സൈറ്റുകളൊക്കെ സെർച്ച് ചെയ്തിട്ട് വിദേശത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ കുറച്ച് പേര് ജോലിക്ക് വേണ്ടിയിട്ട് വിദേശത്തേക്ക്, പഠിക്കാൻ വേണ്ടിയാകാം ജോലിക്ക് വേണ്ടിയാകാം, വിദേശത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കുന്ന സെർച്ച് ചെയ്യുന്ന കുറച്ച് ആളുകളെ കാണാം. ഇവർ കുറച്ച് ദിവസമായിട്ട് ഇതിനൊന്നും പറ്റാതെ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന ആളുകളാണ്, പക്ഷേ ഇന്ന് അവർക്കത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ്. ദെൻ 4 ഓഫ് പെന്റിക്കിൾസ് പറയുന്നത് നിങ്ങളെ പുറകോട്ട് പിടിക്കുന്ന ഒരു എനർജി ഉണ്ട്. അതായത് എനിക്ക് പറ്റത്തില്ല, എനിക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ മാനസികമായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഒക്കെ കോൾ ഫോർ ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് ഇപ്പോഴാണ് പറ്റാത്തത്, യു വിൽ ബി ഓൾ റൈറ്റ്. നിങ്ങൾക്ക് വിദേശയാത്രയ്ക്ക് പറ്റിയതുണ്ട്. രണ്ട് കാർഡാണ് വിദേശയാത്രയുടെ വന്നിട്ടുള്ളത്. അപ്പോൾ വിദേശയാത്രയ്ക്ക് റെഡി ആയിട്ടിരിക്കുന്ന ആളുകൾ, തടസ്സം നേരിട്ടുകൊണ്ടിരുന്ന ആളുകൾ, നിങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് ഇന്ന് വിദേശത്തു നിന്നൊരു നല്ല മെസ്സേജ് വരാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മോശ സമയം അവസാനിക്കുകയാണ്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. വിദേശയാത്രയുടെ കാർഡുണ്ട്. കുറച്ച് പേരെങ്കിലും വിദേശത്തേക്കോ വിദേശത്തു നിന്ന് നാട്ടിലേക്കോ വരാൻ സാധ്യതയുണ്ട്. കുറച്ച് പേരുടെ ആ ഒരു പെയിൻ അനുഭവിക്കുന്ന ആ സൈക്കിൾ എൻഡായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വേൾഡ് കാർഡ് പറയുന്നത് ആ ഒരു സൈക്കിൾ എൻഡ് ആവുന്നതാണ്. അപ്പോൾ ആ ഒരു കാർഡ് കാണുന്നുണ്ട്, വേൾഡ് കാർഡ്. കുറച്ച് പേർക്ക് പണത്തിന് ഈ പുറത്തൊക്കെ പോകാനായാലും പഠിക്കാൻ പോകാനായിരിക്കും, ഇപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പണമില്ല എന്നൊരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ട് ചിലപ്പോൾ വിദേശത്തു നിന്ന് നിർത്തി വന്നിട്ടുള്ള ആളുകളൊക്കെ വീണ്ടും വിദേശത്തേക്ക് പോകാൻ നിർബന്ധിതരാകുന്നതായിട്ട് കാണുന്നുണ്ട്. നാട്ടിലോട്ട് തിരിച്ചു വന്ന് സെറ്റിൽ ആകാൻ വേണ്ടി വന്നതായിരിക്കും, പക്ഷേ വീണ്ടും ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരുമ്പോൾ വീണ്ടും വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരുടെ കാർമികരുടെ സിറ്റുവേഷൻസ് എൻഡ് ആവുന്നതായിട്ടും കുറച്ച് പേര് വീണ്ടും ബുദ്ധിമുട്ട് കാരണം വിദേശത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വയ്യാതെ കിടക്കുന്ന ആളുകൾ പതുക്കെ എണീറ്റ് നടക്കാൻ ശ്രമിക്കുന്നതും ഇന്നേ ദിവസം അവർക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുന്നതും കാണുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. നമുക്ക് അനുഭവിച്ച പെയിനിനെല്ലാം നമുക്കൊരു ഫലം ഇന്ന ദിവസം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ദെൻ 9 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ബോട്ടം ഡെക്കിലെ 8 ഓഫ് കപ്പിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ 8 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുക. അതായത് നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആരോ ഒരാളിൽ നിന്ന് നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് അവരോടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ നഷ്ടപ്പെടുന്നു, നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നു എന്നാണ്. എന്നാൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കും, പക്ഷെ അതിനുവേണ്ടി ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്കത് പറ്റുന്നില്ല. നിങ്ങൾക്ക് അപ്പോൾ പേടി തോന്നും. അതായത് നിങ്ങളിപ്പോൾ ഒരാളെ ഇയാളെ എനിക്ക് ആവശ്യമില്ലാത്ത ഒരാളാണ്, ഞാൻ ഇയാളെ ലെറ്റ് ഗോ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് നിങ്ങളൊരാളെ ബ്ലോക്ക് ചെയ്യുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ അയാളുടെ കോൾ ലിസ്റ്റിൽ നിന്ന് അയാളുടെ ഫോൺ നമ്പർ ഡിലീറ്റ് ചെയ്യുവാണ്. ആ നെക്സ്റ്റ് മൊമെൻറ്റ് ഓൺവേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലാകെ ഒരു തിക്കുമുട്ടൽ ഫീൽ ചെയ്യാൻ തുടങ്ങും. അയ്യോ പോയല്ലോ, എവിടെയെങ്കിലും ഒരു കോളിൻ്റെയോ മെസ്സേജിൻ്റെയോ വാലോ തുമ്പോ ഇട്ടിട്ടേ നിങ്ങളത് ഡിലീറ്റ് ചെയ്യുന്നുള്ളായിരിക്കും. നിങ്ങളത് പോയിട്ട് വീണ്ടും എന്ത് ചെയ്യും, സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അത് വീണ്ടും എന്ത് ചെയ്യും, സേവ് ചെയ്യും. ഈ എനർജി അതാണ് പറയുന്നത്. ഈ 9 ഓഫ് വാണ്ട് ഡിറ്റാച്ച്മെൻറ്റ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അതിനെ ഓർത്ത് പേടിക്കുന്ന എനർജിയാണത്. മനസ്സിലായോ? അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് കാരണം ആരെങ്കിലും ഒഴിവാക്കുകയും എന്നിട്ട് നിങ്ങൾ തന്നെ അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് ഇത്. എന്നിട്ട് നിങ്ങൾ തന്നെ അങ്ങോട്ട് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ പേജ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് ഒരു മെസ്സേജോ കോളോ ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു എനർജിയാണ്, ഒരു ഇൻവിറ്റേഷനോ ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ നിങ്ങൾക്കും ഇന്നേ ദിവസം ഒരു ആളിൽ നിന്ന്, ഒരു യങ്ങർ എനർജിയിൽ നിന്ന് ഒരു പ്രണയലേഖനമോ ഒരു കപ്പ് ഓഫ് ലവോ ഒക്കെ ഓഫർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു സർപ്രൈസ് കിട്ടുക, ഗിഫ്റ്റ് കിട്ടുക, ചിലപ്പോൾ ഒരു ജോബ് ഓഫർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സമ്മാനം നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ടെന്നാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പോയവർ പൊക്കോട്ടെ, നിങ്ങൾക്ക് അതിനേക്കാൾ നല്ല മികച്ച ഒരെണ്ണം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു പ്രണയം, മറ്റുള്ള ഒരു യങ്ങർ എനർജിയിൽ നിന്നൊരു പ്രണയ സമ്മാനം നിങ്ങൾക്ക് വന്ന് കിട്ടുന്നു കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് അതാണ് പറയുന്നത്. നിങ്ങളെ വിട്ടിട്ട് പോയ, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന പക്ഷേ ഇടയ്ക്ക് വെച്ച് കമ്മിറ്റ്മെൻറ്റ് നഷ്ടപ്പെട്ടു പോയ, ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലേക്ക് ആരോ ഒരാൾ തിരിച്ചു വരുന്നു എന്നാണ്. അപ്പോൾ
നിങ്ങളെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ആൾ അങ്ങനെയൊന്നും അല്ല, നിങ്ങളായിരുന്നു ശരിയെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച പണം, കിട്ടില്ല എന്ന് വിചാരിച്ച പണം, അങ്ങനെയുള്ള പണം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വിലപിടിപ്പുള്ള വസ്തുക്കൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇത് പതുക്കെ പതുക്കെ ഒരു സ്ലോയിങ് ഡൗൺ പ്രോസസ്സിലൂടെയാണ് പോയിട്ടുള്ളത്. ആ പ്രോസസ്സ് നമ്മുടെ യൂണിവേഴ്സ് തന്നെ നടത്തിയിട്ടുള്ള പ്രോസസ്സാണ് നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്ത് നിന്നിട്ടുള്ളവർക്ക് അതിനുള്ള റിവാർഡ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് നിങ്ങളിലേക്ക് തന്നെ ഇന്ന് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. മോസ്റ്റ്ലി ഇന്ന് പണം നിങ്ങളിൽ വന്ന് നിറയുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് 5 ഓഫ് വാണ്ടാണ്. അതായത് നമ്മളോട് ചില ആളുകൾ മത്സരിക്കുന്നതാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനോടുള്ള കുശുമ്പുകൊണ്ട് മറ്റുള്ള ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകൾ പറയും എന്നാൽ ഞങ്ങൾ പോവാം, അല്ലെങ്കിൽ എന്നാൽ ഞങ്ങളും അത് തന്നെ ചെയ്യുക എന്ന് പറയത്തില്ലേ, ആ എനർജിയാണ് ഈ 5 ഓഫ് വാണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിൻ്റെ അതേ ഇൻറ്റൻസിറ്റിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ചിലർ ചെയ്യും. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റാറ്റസ് ഇടുമ്പോൾ അതിന് പകരമായിട്ട് മറ്റു ചിലർ അതേ കാര്യം ചെയ്തിട്ട് സ്റ്റാറ്റസ് ഇടുന്ന കണ്ടിട്ടുണ്ടോ? മത്സരിക്കുക എന്ന് പറയുന്ന എനർജി, ആ എനർജിയാണ് 5 ഓഫ് വാണ്ട് കേട്ടോ. അതായത് നമ്മളോട് മത്സരിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റും, നമുക്ക് വളരെ ക്ലോസ് സർക്യൂട്ടിലുണ്ടെന്നാണ് ഈ 5 ഓഫ് വാണ്ട് പറയുന്നത്. നമുക്ക് മുഖമറിയാവുന്ന ആളുകൾ നമുക്ക് ചുറ്റും നമുക്കെതിരെ കോൺസ്പിറസീസ് നടത്തുന്നുണ്ടെന്നാണ് ഇത് പറയുന്നത്. അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമുക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, അത് 5 ഓഫ് വാണ്ട് എവിഡൻ്റ് ആണ്. നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഒരു വർക്ക് പ്ലേസിലോ ഒക്കെയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇന്ന് എവിഡൻസ് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന, നിങ്ങൾക്ക് ചുറ്റുമുള്ള ഇന്ന ആളുകൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഈ 5 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കോമ്പറ്റീഷൻ്റെയും ചലഞ്ചിൻ്റെയും ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് മത്സരിക്കുന്ന കുറേ ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനർജിയാണ് ഈ 5 ഓഫ് വാണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റുള്ളവർ അറിയാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അറിയുമോ എന്ന് ഓർത്തിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചുകൾ ഉണ്ടാകുന്നതാണ് ഈ 5 ഓഫ് വാണ്ട് കേട്ടോ. ലാസ്റ്റ് ഹൈ പ്രീസ്റ്റസ് ആണ്. വീണ്ടും അതൊരു നിഗൂഢതയെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാത്ത രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെളിവാകുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ ഇൻഡ്യൂഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് ഇന്ന് ഗട്ട് ഫീലിംഗ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചും നിങ്ങൾ രാത്രിയിൽ സ്വപ്നം കാണുകയും അതേ സ്വപ്നം പിറ്റേ ദിവസം ഫലിക്കുകയും ചെയ്യത്തില്ലേ, അങ്ങനെയുള്ള ഈ ഗട്ട് ഫീലിങ്സും ഇൻഡ്യൂഷൻസും ഒക്കെ വർക്ക് ചെയ്യുന്ന ദിവസമായിരിക്കും. അതുപോലെ പിന്നെ പറയുന്നത് നിങ്ങൾ ഡിവൈൻലി വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ ഇതൊരു സ്പിരിച്വൽ ഫീമെയിൽ എനർജിയാണ്, സ്പിരിച്വൽ പേഴ്സൺ ആണ്, ഒരു സ്പിരിച്വൽ ഫീമെയിൽ എനർജിയാണ്. ഹീറോ ഓഫ് എൻഡിൻ്റെ ഫീമെയിൽ കൗണ്ടർ പാർട്ടാണ് ഈ ഹൈ പ്രീസ്റ്റസ്. ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഫീമെയിൽ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീമെയിൽ എനർജിയിൽ നിന്ന് നിങ്ങൾ ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് അറിയേണ്ടുന്ന വസ്തുതകൾ, സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നാണ് ഈ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, നിങ്ങളും ഡിവൈൻലി വളരെയധികം കണക്റ്റഡ് ആണ് കേട്ടോ. പിന്നെ ഈ 9 ഓഫ് വാണ്ടിൽ പറയുന്നത് നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പേടിച്ചാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനിലാണ് ഉള്ളത്. കാരണം നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളെ ഈ സ്ട്രഗിളിൽ പല ഭാഗത്ത് വെച്ച് പലരും പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുത്താൻ പറ്റാതെ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പേടിച്ചാലും ആ പേടിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ യൂണിവേഴ്സിൻ്റെതായ ഒരു പ്രൊട്ടക്ഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇല്ല കേട്ടോ. പിന്നെ ഓക്കെ, നിങ്ങൾ പേടിക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കാര്യം സംഭവിക്കും എന്നാണ് നിങ്ങൾ പേടിക്കുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടും കേട്ടോ. പിന്നെ ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു യങ്ങർ എനർജിയാണ്. മേ ബി പ്രായം ഉണ്ടെങ്കിലും ഒരു പക്വതയില്ലാത്ത ഒരാളായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ പ്രായത്തിൽ താഴ്ന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ അത് പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു ഓഫറായിരിക്കാം, നിങ്ങൾക്കൊരു ഹെൽപ്പായിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് ഓഫറൊക്കെ തരുന്നതാവാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്താണെന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുന്ന, ലൈക്ക് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.